എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിയോടെയാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതായത് +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെ അപ്കമിംഗ് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് VHSC NSQ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, അതുപോലെ തന്നെ VHSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ലിങ്ക് കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. നിലവിൽ ഇവിടെ അപ്കമിംഗ് റിസൾട്ട്സിൽ 2 ലിങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു പേജിൻ്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടാണ് ആ ഒരു രീതിയിൽ 2 ലിങ്കുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നാളെ വൈകുന്നേരം 3 മണിയോടെയാണ് റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് എക്സാം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് HSC, VHSC, അതുപോലെ VHSC NSQ വിഭാഗങ്ങളുടെ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരായിട്ട് പബ്ലിഷ്ഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന് നേരെ ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് അത് ഡേറ്റ് ഓഫ് ബർത്ത് വരിക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് നേരായിട്ട് ഇതുപോലെ ഒരു റിഫ്രഷ് ബട്ടൺ അല്ലെങ്കിൽ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് അക്ഷരം അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ആ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൃത്യമായിട്ട് അതുപോലെ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ റിസൾട്ട് വന്ന ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സമയം എന്താണ് ഇംഗ്ലീഷ് സെഷൻ കാണുന്നത് അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു PDF നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു PDF ആയിരിക്കും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പാസ്വേഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സിമ്പിളാണ്. നിങ്ങളുടെ ഈ ഒരു +1 പരീക്ഷയുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്വേഡിൽ കൊടുക്കുന്ന സമയത്ത് സ്ലാഷോ മറ്റു കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല. അക്കങ്ങൾ മാത്രം കൃത്യമായിട്ട് ഡേ, അതുപോലെ തന്നെ മന്ത്, അതുപോലെ ഇയർ ഈ ഒരു രീതിയിൽ കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് അതായത് 3 മാർച്ച് 2009 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 എന്ന് പറയുമ്പോൾ 03 എന്നാണ് വരിക. അതുപോലെ തന്നെ മാർച്ച് എന്ന് പറയുമ്പോൾ അതും 3-ാം മാസം ആയതുകൊണ്ട് 03 ആണ്. അതുപോലെ 2009. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ കൃത്യമായിട്ട് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് അത് നിങ്ങൾ ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ ഈ ഒരു വരുന്ന ഫോർമാറ്റിൽ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത ശേഷം നിങ്ങൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം രജിസ്റ്റർ നമ്പർ പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു PDF ഓപ്പൺ ചെയ്യാവുന്നതും നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. ഡൗൺലോഡല്ല, പ്രിൻ്റ് എടുക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം പിന്നീട് പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2026 മാർച്ച് മാസത്തിലെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.